വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കൊത്താമര മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ കൊത്താമര ചെറുതാക്കി അരിഞ്ഞ് അത് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1.5 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിൽ കടുക് ഇടണം. കടുക് നന്നായി പൊട്ടട്ടെ. അതിൻ്റെ ഒപ്പം ഞാൻ വേപ്പിലിടുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞു. പിന്നെ അതിൽ ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളി ഇട്ടുണ്ട്. ഇപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടും. പിന്നെ 10 വെളുത്തുള്ളി ചതച്ചത്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയോട്ടെ. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഒരു അരമുറിയുടെ പകുതി നാളികേരം എടുത്തിട്ടുണ്ട്, ചെരുകി അതിരുന്നു. നാളികേരം ഒന്ന് നേരിയതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ കൊത്താമര കുക്കറിൽ വേവിച്ചപ്പോൾ ഉപ്പിട്ട് ഇട്ടാൽ വേവിച്ച. ഇപ്പം നാളികേരം കൂടി ഇട്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം. പിന്നെ ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലാക്സ്, അതിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി. നമ്മൾ വേവിച്ച് വെച്ച കൊത്താമര ഇതിൽ ഞാൻ ഇടുന്നു. നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ കൊത്താമര മെഴുക്ക് പുരട്ടി തയ്യാറായി. അപ്പോൾ നമ്മുടെ കൊത്താമര മെഴുക്ക് പുരട്ടി തയ്യാറായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കിയോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ച് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.